നമസ്കാരം. ഇതുപോലെ PR വർക്കിന്റെ സ്വാധീനത്തിൽ കേരളത്തിലെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് പോയ ഒരു സാഹചര്യം ഇതുവരെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. 2026 അസംബ്ലി ഇലക്ഷൻ അടിമുടി PR വർക്കിന്റെ സ്വാധീനത്തിലാണ് നടക്കുന്നത്. ഈ സ്വാധീനം നമ്മൾ ജനങ്ങളെ, വോട്ടർമാരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ PR വർക്കിന്റെ ഒരു മിഥ്യാധാരണയിലാണോ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്നതാണ് നമ്മളുടെ മുന്നിലുള്ള ചോദ്യം. PR വർക്കുകൾ എങ്ങനെയാണ് നമ്മളിൽ പ്രതിഫലിക്കുന്നത്? PR വർക്കിൽ ഒന്നാമതായി നടക്കുന്നത് ഇമേജ് ബിൽഡിംഗ് ആണ്. അതായത് ഒരു നേതാവിനെ ഇമേജ് ബിൽഡിങ്ങിലൂടെ ഒരു കരുണയുള്ളവനാക്കി മാറ്റുന്നു. അയാളുടെ വ്യക്തിത്വം സാധാരണക്കാർക്കിടയിലുള്ള ഒരുവനായി അയാളെ മാറ്റുക എന്നതാണ് PR ടീമിന്റെ ആദ്യത്തെ ദൗത്യം. ചായക്കടയിലേക്ക് കയറി ചെല്ലുക, കുട്ടികളുമായി ഒന്നിച്ച് ഫോട്ടോ എടുക്കുക, സാധാരണക്കാരായി സംസാരിക്കുക. ഇതെല്ലാം എല്ലാ നേതാക്കന്മാരുടെയും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവരുടെ ഇടപെടൽ, പ്രളയം, വെള്ളപ്പൊക്കം, അതുപോലെ മറ്റു ദുരന്തങ്ങൾ, ഇവയിലെല്ലാം ഇവർ മുൻപന്തിയിൽ നിന്നുകൊണ്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ഇത് PR ടീം വളരെ എഫക്റ്റീവായി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. അടുത്തത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. നമ്മൾ കാണാത്ത റീലുകളില്ല, നമ്മൾ കാണാത്ത പോസ്റ്ററുകളില്ല. ഇത് നറേറ്റീവ് സെറ്റിംഗിലൂടെയാണ് ഡിജിറ്റൽ മീഡിയ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതായത് ഒരു വിഷയത്തെ നമ്മുടെ മുന്നിലേക്ക് അവർ അവതരിപ്പിക്കും. PR ടീമിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ആ കോണ്ടന്റ് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അതായത് ഒരു വിഷയത്തിന്റെ എന്ത് കാണിക്കണം, എന്ത് കാണിക്കരുത്, നമ്മളുടെ മുന്നിൽ ദോഷമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. അതായത് ഒരു വിഷയത്തിലുള്ള രണ്ട് വശങ്ങളിൽ ഒരു വശം മാത്രം നമ്മളിലേക്ക് എത്തിക്കുക, മറുവശം വീഴ്ചയാണെങ്കിൽ അത് നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കാതിരിക്കുക. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ PR വർക്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഇത് വളരെ പ്രകടമായി കാണാൻ കഴിയുന്ന ഒന്നാണ്. മൂന്നാമതായി നടക്കുന്നത് ഡാറ്റ അധിഷ്ഠിത പ്രചരണം. അതായത് വ്യക്തികളെ അധിഷ്ഠിതമാക്കി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ അധിഷ്ഠിതമാക്കി കോണ്ടന്റുകൾ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുക. അതായത് യുവജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ യുവജനങ്ങളിലേക്ക് എത്തിക്കുക, വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക. ഇത്തരത്തിൽ കോണ്ടന്റിനെ ആവശ്യമുള്ളവരിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്ത് എത്തിക്കുന്ന ഒരു രീതിയാണ്